ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വന്നത് AR മുരുകദാസ് രജനീകാന്തിന് വേണ്ടി പണിയ ഒരു അടാറ് പടാണ്. സാർ അവനോട് പറഞ്ഞേക്ക് പോലീസിനെ ലെഫ്റ്റിൽ വെച്ചോളൂ, റൈറ്റിൽ വെച്ചോളൂ, സ്ട്രൈറ്റാ മാത്രം വെക്കേണ്ടതെന്ന്. പടം തമിഴാണ്, പക്ഷെ നമുക്കിത് മലയാളം ഡബ്ബാണ്. ബിക്കോസ് ഊളപ്പടം പ്ലസ് മലയാളം ഡബ് ഈസ് ഈക്വൽ ടു ക്രിഞ്ച് ഫെസ്റ്റ്. ചുമ്മാ പൊളി. വിജയ്ക്ക് തുപ്പാക്കി പണിയ പോലെ തലവർക്കിട്ട് പണണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും മുരുകദാസ് ദർബാർ എടുത്തത്. പക്ഷെ പടം നല്ല അസല് കാട്ടവരാതായി മാറി. എക്സ്പെക്ടഡ്. ഓക്കെ, കഥയിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഏതോ ഒരു തുക്കടാച്ചി വില്ലൻ നമ്മുടെ പോലീസ് ഓഫീസറായ തലവർക്കെതിരെ വരട്ടിയിട്ട് വീഡിയോ ഇടുന്നു. വെല്ലുവിളികളാകാം, പക്ഷേ നിന്നേക്കാൾ 4-5 കൂടുതലുള്ളത്. അങ്ങനെ ഈ വില്ലന്മാരൊക്കെ ഉള്ള ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് തലവർ അവിടെ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഫ്രൂട്ട് നീച്ച കളിച്ചോണ്ടിരുന്ന ആളാ. വെറുതെ വീഡിയോ ഇട്ട് എന്തിനാ മോനെ മൂപ്പരെ ട്രിഗർ ചെയ്ത്? അതുകൊണ്ട് എന്താ, മൂപ്പര് വന്നിട്ട് വില്ലന്മാരെ വെച്ചിട്ട് ഫ്രൂട്ട് നീച്ച കളിച്ചു. തലവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഈ ഫ്രൂട്ട് നിഞ്ച കളിക്കൽ മാത്രമല്ല, DC യൂണിവേഴ്സിലെ ഫ്ലാഷിന്റെ കൊച്ചാപ്പയായിട്ട് വരും നമ്മുടെ തലവർ. We are same, but different, but still same. നിന്റെ അച്ഛൻ അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി. ഈ പടത്തിന്റെ അപരാധം പിടിച്ച കഥ ഫുൾ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തിന്? അതുകൊണ്ട് നമുക്ക് ഈ കഥയിലെ അപരാധങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം. തലൈവർക്ക് മുംബൈയിലെ ഗുണ്ടകളൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ കിട്ടുന്നു. അപ്പൊ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് തലൈവർ തമിഴ്നാട്ടിൽ നിന്നും മുംബൈയിലേക്ക് വരുന്നത്. നിങ്ങൾ ഫ്രം ചെന്നൈ സർ. ഓക്കെ ഓക്കെ. തലൈവർ ഇതിലൊരു താടി വെച്ച പോലീസ് ഓഫീസറാണ്. താടി പഠിച്ചതിനെ തലൈവറെ ലുക്കിനെ ബാധിക്കുന്നു മനസ്സിലാക്കിയിട്ട് ഡയറക്ടർ ഇതിൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോയാൽ പൂർണ്ണമാക്കാതെ വരില്ല. ആരെങ്കിലും വിടാൻ പറഞ്ഞാൽ വിടുകയുമില്ല. ജോലി കഴിയും വരെ ഈ താടി എടുക്കുകയില്ല. എക്സ്പെക്ടഡ്. തലൈവർ അങ്ങനെ മുംബൈയിലെ ഗാങ്സിനൊക്കെ തൂക്കിയടിച്ച് കിഡ്നാപ്പ് ചെയ്ത ഒരു ലോഡ് പെമ്പിള്ളേരെ രക്ഷിക്കുന്നു. ഇതാണ് അണ്ണന്റെ പടത്തിലെ ഫസ്റ്റ് ഫേസ് ഹീറോയിസം. ഇതിനുശേഷം കുറച്ച് റൊമാൻറ്റിക് അപരാധങ്ങളുമായിട്ട് നയൻതാര വരുന്നു. നിങ്ങൾ ഓ ഓ ഓ ഓ 60 വയസ്സുള്ള തലൈവർക്ക് ഇതിൽ 30 വയസ്സുള്ള നായിക. അത് പൊന്നു മുരുകദാസ് അണ്ണ, നായിക ഇല്ലാതെ എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ കുഴപ്പമുണ്ടോ? ഓ ശരിയാ, 4 പാട്ട് മിസ്സാവൂലേ? ഇവരുടെ റിലേഷനെ അറിഞ്ഞ് നയൻതാരന്റെ വീട്ടിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ട് അണ്ണനോട് പറയാൻ തുടങ്ങി. ഏത് ഇത്രയും കൊലമാസ് സൂപ്പർ ഹീറോ ആയ നമ്മുടെ അണ്ണനെ വന്നിട്ട് ആൾക്കാർ ഉപദേശിക്കുന്നത്. ഇപ്പോൾ സാറിന്റെ മകള് പെട്ടെന്ന് സാറിനെ പോലുള്ള ഒരാളുടെ കൂടെ വന്ന് നിന്നാ സാറിന് എന്തായിരിക്കും തോന്നുക? എക്സ്പെക്ടഡ്. എന്റെ ഒരു ബലമായ സംശയം അണ്ണന്റെ ഹ്യൂമർ സെൻസ് താങ്ങാൻ വയ്യാതെ നയൻതാര തന്നെ വീട്ടിൽ നിന്ന് ആളെ അയച്ചതാണോ എന്നാണ്. ഞാനും ജോഗിങ് ചെയ്യാൻ പോവാ. വണ്ടി കയറി അവരെക്കാളും മുമ്പിൽ കൊണ്ടേ വിടാന്ന്. ഓ മൈ ഗോഡ്. അങ്ങനെ അണ്ണൻ മുമ്പ് വുമൻ ട്രാഫിക്കിംഗിൽ അറസ്റ്റ് ചെയ്ത വില്ലനെ കാണാൻ ജയിലിൽ പോകും. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ വില്ലനല്ല ഈ വില്ലൻ. അന്വേഷിച്ചപ്പോ മനസ്സിലായി നമ്മുടെ വില്ലൻ തായ്ലാന്റിലെത്തി. അണ്ണ എന്നിട്ട് വില്ലനെ തായ്ലാന്റിൽ അങ്ങ് പൊക്കി. ഇതിനു മാത്രം എവിടുന്ന കണക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സൂപ്പർ സ്റ്റാർ ആണ്. എന്നിട്ട് അണ്ണൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ വില്ലനെ ജയിലിൽ വെച്ച് കൊന്നിട്ട് മീഡിയന്റെ മുമ്പിലിട്ട് നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കും. ഈ തട്ടിപ്പോയ വില്ലൻ ഏതാന്ന് വെച്ചാല് വേറെ വലിയൊരു ഗാങ്സ്റ്ററിന്റെ മോനാണ്. അങ്ങനെ നമ്മുടെ അണ്ണനും മോളും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അണ്ണൻ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് പറയും നല്ലൊരു പാട്ട് പാടാൻ. അണ്ണൻ ആദ്യം മനസ്സിലായി ഇപ്പൊ കുറച്ച് വില്ലന്മാർ വരും, ഒരു ഫൈറ്റ് ഉണ്ടാവും, അപ്പൊ ഒരു മാസ് കിട്ടാൻ വേണ്ടിട്ട് ഒരു പാട്ട് നല്ലതാണെന്ന്. ഇയാൾ ആര്? ഹാപ്പി ബി ഹാപ്പി അല്ലു അർജുനോ. ഒരു 3 ഗുണ്ടകൾ അടിച്ചിട്ടിട്ട് നമ്മുടെ തലൈവറും മോളും കൂടെ അവിടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് അങ്ങ് കാഴ്ചവെക്കും. ഓ മൊയിലാലി ഒരുത്തിനെ കൊല്ലാൻ പറഞ്ഞപ്പോ ഇവിടെ ഗാനമേള കണ്ടു നിൽക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പൈസ മൊയിലാലി ശമ്പളത്തിൽ നിന്ന് കുറക്കൂ. അതിനെ ശമ്പളം വാങ്ങാൻ നമ്മളെ ബാക്കി ഉണ്ടായിട്ട് വേണ്ടേ അശനെ. അങ്ങനെ ഫൈറ്റ് കഴിഞ്ഞ അണ്ണൻ അവിടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുന്നു. എന്റെ സുമുഖം, ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? എന്റെ കൂടെ പോയിരുന്നു? നയൻതാരനെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കട്ടോ. മോളെ വാ പോ. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോണ വഴിക്ക് അണ്ണന്റെ കാർ ആക്സിഡന്റ് ആയിട്ടാണ് എന്റെ മോളും ഇരിക്കും. ഇതിനുശേഷം അണ്ണൻ ആകെ ഭ്രാന്താവും.
എന്നിട്ട് കണ്ണിക്കണ്ട ഗുണ്ടകളൊക്കെ വെടിവെച്ചിടാൻ തുടങ്ങും. അങ്ങനെ അണ്ണന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരും 4 ദിവസം കൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് തെളിയിക്കാൻ, അല്ലെങ്കിൽ അണ്ണന് പിന്നെ പോലീസായിട്ട് തുടരാൻ പറ്റില്ല. എന്നിട്ട് അണ്ണൻ ജിമ്മിൽ പോയിട്ട് 4 ദിവസം കൊണ്ട് ഫിസിക്കലി ഫിറ്റ് ആവും. 4 ദിവസം കുത്തിയിരുന്ന് വെള്ളടിച്ച് ഫിറ്റ് ആവാന്നൊക്കെ പറയുന്നത് ഓക്കെ, ഇത് എങ്ങനെയാ 4 ദിവസം കൊണ്ട് ജിമ്മിൽ പോയിട്ട് ഫിറ്റ് ആവണത്? പറഞ്ഞല്ലേ ഞാൻ എന്തിനാ ഇതില് ലോജിക് നോക്കണത്, ബാക്കിയെല്ലാം പിന്നെ ലോജിക്കിലാണല്ലോ നടക്കണത്. എന്തായാലും അണ്ണൻ ഒരു സൂപ്പർ ഹീറോ ലെവലാണ്. അപ്പൊ പിന്നെ 4 ദിവസം കൊണ്ട് ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അങ്ങനെ ഫിറ്റ് ആയതിനു ശേഷം അണ്ണൻ ക്ലൈമാക്സിൽ വില്ലനെ അങ്ങ് തട്ടുന്നു. അതിനുശേഷം ഒരു കൊച്ചിയർക്കനെ കൊണ്ട് സെല്യൂട്ട് അടിപ്പിച്ചിട്ട് പടം അങ്ങ് ഫിനിഷ് ചെയ്യും. വീഡിയോ കഴിഞ്ഞു, പൊയ്ക്കോ. ഓക്കെ സാർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ശരി, ബൈ.